മഴയാണ്. നമുക്കറിയാം ആലപ്പുഴയുടെ കാര്യമാണ് ശരണ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. ആലപ്പുഴ തുറവൂരിലടക്കം ദേശീയപാതയിലേക്ക് വെള്ളം കയറി ഗതാഗതമടക്കം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു മഴക്കാലത്ത് ആലപ്പുഴക്കാർ നേരിടുന്ന ദേശീയപാതയിലേക്ക് വെള്ളം കയറുന്നു. ദേശീയപാത സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. നമ്മുടെ നാടിനെ നടുക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരം കരമനയിലെ അരുംകൊല. കരമനയിൽ അഖിൽ എന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഇന്ന് തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അവനെയൊക്കെ തൂക്കിക്കൊള്ളണം സാർ. അവനൊക്കെ വെറുതെ വിടണ്ട. അവന്റെ പിള്ളേർക്ക് കണ്ടാൽ എങ്ങനെ ഇവർക്ക് ചെയ്യാൻ തോന്നി? 14 വയസ്സ് പോലും പറയില്ല. ദൂരമുണ്ട്. ഇവനൊക്കെ ഒരിക്കലും വെറുതെ വിടരുത്. ഇവനൊക്കെ കൊല്ലണം, വെളിയിൽ വരരുത്. ഇവരിനി പുറലോകം കാണൂല. തൂക്കിക്കൊല്ലാൻ ഉള്ള വിധി അത് കിട്ടുകയും അതുവരെ കാത്തിരിക്കും. ഈ പുറലോകം കാണണ്ടവര്. പിതാവാണല്ലോ അഖിലിന്റെ അച്ഛനാണ്. എന്റെ മോൻ ഒരു തെറ്റിനോ ഒരു പെറ്റി കേസ് പോലും എന്റെ മോനില്ല. അവൻ കൊണ്ടുവരുന്നത് കഴിക്കാതെ നമ്മൾ ജീവിതം കഴിഞ്ഞു പോണത്. എന്റെ മോനെ ഇങ്ങനെ ചെയ്തേ പോവാന്. ഇനി ഈ തൂക്കിക്കൊല്ലല്ല നമ്മൾ അറിയണം. അത് മാത്രമേ നമുക്കറിയാവുള്ളൂ. ഇനി അവരെ അറിയാൻ പറ്റൂല, കാണാൻ പറ്റൂല. വിനോദ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഏറെ വൈകാരികമായിട്ടാണ് അഖിലിന്റെ പിതാവും ബന്ധുക്കളും നാട്ടുകാരും അടക്കം പ്രതികരിച്ചത്. കാരണം ഇനി ഒരു അച്ഛനും ഈ ഗതി ഉണ്ടാകരുത് എന്ന് വളരെ പരിഭവത്തോടു കൂടി ഈ പിതാവ് തൻ്റെ ദുഃഖം പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ എത്രത്തോളം വൈകാരികമായിട്ടാണ് നാട്ടുകാരും ബന്ധുക്കളും പ്രതികരിച്ചത്? മാത്രം അതോടൊപ്പം അറിയേണ്ടത് ഈ അഖിൽ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമെന്ന് പറയാവുന്ന ഒരു കൃത്യമാണ് നടന്നത്. യുവാവിനെ കൊല്ലുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ഏറ്റവും നികൃഷ്ടമായി, ഏറ്റവും നീചമായി ഒരു യുവാവിനോട് അവർ പെരുമാറുന്ന കാഴ്ചയാണ് നമ്മൾ അന്ന് ആ ദൃശ്യങ്ങളിൽ കണ്ടത്. കമ്പി കൊണ്ട് തുടർച്ചയായി തലയ്ക്കടിക്കുക, അതോടൊപ്പം തന്നെ വലിയ ഭാരമുള്ള കല്ല്, അത് 6 തവണയാണ് അഖിലിന്റെ ശരീരത്തിലേക്ക് ഇവർ ഉയർത്തിയിട്ടത്. തലയോട്ടി പിളർന്നാണ് മരണം സംഭവിച്ചത്. ശരീരത്തിൽ മുഴുവൻ ചതവുകളായിരുന്നു. ഒരു ചെറിയ വാക്ക് തർക്കത്തിന്റെ പേരിൽ കൃത്യമായ ഗൂഢാലോചന നടത്തി അഖിലിന്റെ വീടിനടുത്തേക്ക് ഇവർ വാഹനത്തിലേക്ക് എത്തി. 3 പേർ അഖിലിനെ ഓടിച്ചിട്ട് തൊട്ട് വീടിനടുത്തുള്ള പറമ്പിലേക്ക് വരികയും അവിടെ ഇട്ട് അതിക്രൂരമായി, അതിനീചമായി തന്നെ അവർ കൊലപാതകം നടത്തുകയുമായിരുന്നു. ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന സ്ഥാപനത്തിലെ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അതേ സ്ഥലത്ത് ഇന്ന് പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. ഏറെ വൈകാരികമായ ഒരു കാഴ്ചയായിരുന്നു. തീർത്തും സാധാരണമായ ഒരു കുടുംബം, നിർധനമായ ഒരു കുടുംബം, ഷീറ്റ് മേഞ്ഞ 2 മുറിയിൽ കഴിയുന്ന തീർത്തും പാവപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു അംഗമാണ് അഖിൽ സ്വന്തമായി ഈ പ്രാവുകളെയും അങ്ങനെയുള്ള പക്ഷികളെയും ഒക്കെ വളർത്തി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. നേരത്തെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലോ അടിപിടി കേസുകളിലോ ഉൾപ്പെട്ട ആളല്ല. ഒരു വാക്ക് തർക്കം ഉണ്ടായതിന്റെ പേരിൽ ഈ പ്രതികളുടെ പശ്ചാത്തലം നമുക്ക് അറിയാം. 2019 മറ്റൊരു ക്രൂരമായ കൊലപാതകം, അന്ന് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു. 2019 സമാനമായ രീതിയിൽ കൊല നടത്തി ജാമ്യത്തിലിറങ്ങി വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് ഈ തെളിവെടുപ്പിന്റെ സമയത്ത് പ്രതികൾ കൃത്യമായി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. എങ്ങനെയാണ് അഖിലിനെ കൊലപ്പെടുത്തിയത്? കമ്പി കൊണ്ട് അടിച്ചു, തുടർന്ന് കല്ല് ശരീരത്തിലേക്ക് എടുത്തിട്ടു, ഈ വാഹനത്തിലെത്തിയത്, ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആ സ്ഥലത്ത് നിന്ന് പോലീസിനോട് ഈ പ്രതികൾ വിവരിച്ചു. പോലീസിന്റെ വലിയ സേന, അതായത് വലിയ സാന്നിധ്യം ഇന്നുണ്ടായിരുന്നു. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ സുരക്ഷയുടെ ഭാഗമായി എത്തി. ഒരുപക്ഷെ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായേക്കാം എന്നൊരു നിലയുണ്ടായിരുന്നു. ഈ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 6ഓളം പോലീസ് ജീപ്പുകൾ ഉണ്ടായിരുന്നു. പോലീസിന്റെ വാനിലാണ് ഈ പ്രതികളെ, വലിയ ബസ്സിലാണ് ഇവരെ അവിടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ACPയുടെ നേതൃത്വത്തിൽ, ഫോർട്ട് ACയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് വിന്യാസം അവിടെ ഉണ്ടായിരുന്നു. ബന്ധുക്കളെയും നാട്ടുകാരെയും അവിടെ നിയന്ത്രിച്ച് നിർത്തുന്നതിന്
പോലീസ് സേനയെ വിന്യസിച്ചു. അതിനുശേഷം അവരെ പുറത്തിറക്കി ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. കൃത്യമായി ഈ പ്രതികൾ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. ഇതിൽ ഒന്നാം പ്രതി അഖിൽ അപ്പു എന്ന ഒന്നാം പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. അവിടെ നിന്ന് പിടികൂടി കൊണ്ടുവരുമ്പോൾ അവിടെ ഒളിവിൽ താമസിച്ച സ്ഥലം, മറ്റ് രേഖകൾ, വിവരങ്ങൾ ഇതെല്ലാം തന്നെ ആദ്യം തന്നെ പോലീസ് ശേഖരിച്ചു. അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഇവർ കരമനയിൽ ഗൂഢാലോചന നടത്തിയ ഒരു മുറിയുണ്ട്. ആ മുറിയിലെ തെളിവെടുപ്പ്, കാർ വാടകയ്ക്കെടുത്ത സ്ഥലം അവിടെ അങ്ങനെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ കൊലപാതകത്തിന് മുൻപ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഗൂഢാലോചനയും ഇവരുടെ യാത്രയും ഒക്കെ നടന്ന, കൊലപാതകത്തിന് ശേഷം ഇവർ ഒളിവിൽ താമസിച്ച മുഴുവൻ സ്ഥലങ്ങളിലേക്കും അന്വേഷണ സംഘം കസ്റ്റഡി കാലാവധിയിൽ പ്രതികളെ കൊണ്ടുപോയി എല്ലാ തെളിവുകളും ശേഖരിച്ചു. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കോടതിയിൽ തിരികെ പ്രതികളെ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുൻപായി ഏറ്റവും ഒടുവിൽ ഈ കൃത്യം നടന്ന സ്ഥലത്തെ തെളിവെടുപ്പ്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടേക്ക് കൊണ്ടുവന്ന് വാഹനത്തിൽ ഇരുത്തിയല്ല, മറിച്ച് പ്രതികളെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി തന്നെ അവിടെ ആ സംഭവം നടന്ന സ്ഥലത്ത് കൃത്യമായി അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് രേഖപ്പെടുത്തി കൃത്യമായി അത് കേസ് ഡയറിയുടെ ഭാഗവും കുറ്റപത്രത്തിന്റെ ഭാഗവുമായി കോടതിയിലെത്തും. ആ നടപടികളെല്ലാം തന്നെ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്. 90 ദിവസത്തിനകം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന നടപടിയാണ് ഇനി പോലീസിന് മുന്നിലുള്ളത്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകണം. 2019 കൊലപാതകത്തിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചതാണ്. അന്ന് അനന്തു എന്ന ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ ഉത്സവപ്പറമ്പിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ ഇവർ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി നീറമൺകരയിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒരു ദിവസം മുഴുവൻ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കരിക്ക് കൊണ്ട് തല ഇടിച്ച് തകർക്കുകയും കൈകാലുകളിലെ ഞരമ്പുകൾ മുറിച്ചു മാറ്റുകയും കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. KGF-ലെ സംഭാഷണങ്ങൾ പറഞ്ഞു അവിടെ ഏറ്റവും മൃഗീയമായി ആ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതികളിൽ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൽ വെച്ച് നടത്തുകയും പിന്നീട് ഇവർ ലഹരി ഉപയോഗിക്കുകയും അതിനുശേഷം അന്ന് ആ യുവാവിനെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ആ കേസിൽ ഇവർ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടാനായി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് വീണ്ടും കോടതിയിലേക്ക് പ്രതികളെ കൊണ്ടുപോകുന്നത്. അഖിലിന്റെ വീട്ടുകാരുടെ നൊമ്പരം അത് വല്ലാത്തൊരു വേദനയുടെ കാഴ്ചയായി. കാരണം അവരാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ അവരുടെ മകൻ കൊല്ലപ്പെടുമെന്ന കാര്യം. മാത്രവുമല്ല ഒരുപക്ഷെ അഖിലിന് പോലും അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം വീടിന് സമീപത്ത്, വീടിനോട് ചേർന്ന് ഈ പ്രാവിന് തീറ്റി കൊടുത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ കൊലയാളികൾ വാഹനത്തിലെത്തുകയും അതിൽ 3 പേർ നേരത്തെ ഉണ്ടായ തർക്കം പറഞ്ഞു തീർക്കാനെന്ന നിലയ്ക്ക് പുറത്തേക്ക് വിളിച്ചിറക്കുകയും ചെയ്യുന്നത്. മർദ്ദിക്കുമെന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകും എന്ന ഒരു നിലയുണ്ടായപ്പോഴാണ് അഖിൽ ഓടി മാറുന്നത്. അഖിലിന് പിന്നാലെ ഈ പ്രതികൾ ഓടിയെത്തുകയും പിന്നീട് കമ്പി കൊണ്ട് തുടർച്ചയായി തലയിൽ അടിക്കുകയും ഭാരമുള്ള കല്ല് ശരീരത്തിലിട്ട് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ടോം, വ്യക്തമാണ്. VV വിനോദ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമാണ് തിരുവനന്തപുരം കരമനയിലുണ്ടായത്. കരമനയിൽ അഖിൽ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പിനെത്തിയപ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്ത് നേരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ ന്യൂസ് 8-ന് നൽകിയ വെളിപ്പെടുത്തലിലേക്കാണ്. കൊച്ചിയിലെ പല ഗുണ്ടാ സംഘങ്ങൾക്കും ലഹരി ഇടപാടുകളുണ്ടെന്ന് ഗുണ്ടാ നേതാവ് പറയുന്നു. MDMA, കഞ്ചാവ് എന്നിവയുടെ വിൽപ്പന ഗുണ്ടാ നേതാക്കളുടെ തണലിലാണ് നടക്കുന്നത്. കൊച്ചിയിൽ യുവാവിനെ മുട്ടിൽമേൽ നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും തമ്മനം ഫൈസൽ വ്യക്തമാക്കി. തനിക്കിപ്പോൾ ഗുണ്ടാ കൊട്ടേഷൻ പ്രവർത്തനങ്ങളില്ലെന്നും തമ്മനം ഫൈസൽ ന്യൂസ് 8-നോട് പറഞ്ഞു. തമ്മനം ഫൈസൽ ന്യൂസ് 8-ന് നൽകിയ അഭിമുഖത്തിലേക്കാണിനി. ഇടവേളയ്ക്ക് ശേഷം ഗതാഗതത്തിനുള്ള തടസ്സമാണ് പ്രധാനമായും ആലപ്പുഴക്കാർ നേരിടുന്നത്. എന്തായാലും വലിയ മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്.
ആലപ്പുഴ മാത്രമല്ല മറ്റു ജില്ലകളിലും സമാന സാഹചര്യമാണ്. നമുക്ക് എറണാകുളത്തൊക്കെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ വലിയ മഴയായിരുന്നു. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ഞാൻ ചോദിച്ചത് ഇതായിരുന്നു. നമുക്കറിയാം ആലപ്പുഴ ഒരു കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാവാനും വീടുകളിലടക്കം വെള്ളം കയറാനും സാഹചര്യമുള്ള ജില്ല. സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് ഓപ്പറേഷൻ ആഗ് പദ്ധതി നടപ്പാക്കുകയും 6000-ഓളം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുകയും കരുതൽ തടങ്കിലാക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും പല കുപ്രസിദ്ധ ഗുണ്ടകളും പുറത്തിറങ്ങി നടക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. കൊച്ചിയിലേക്ക് വന്നാൽ, കൊച്ചി നഗരത്തിലേക്ക് മാത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കാലത്ത് കൊച്ചിയെ നടുക്കിയിരുന്ന പല ഗുണ്ടകളുമുണ്ട്. തമ്മനം ഷാജി, തമ്മനം ഫൈസൽ, മരട് അനീഷ്, ഭായ് നസീർ ഉൾപ്പെടെയുള്ളവർ. അതിൽ ചിലർ ഈ തൊഴിൽ തന്നെ ഉപേക്ഷിച്ചു, ഗുണ്ടാ പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ചു. പക്ഷെ ഇപ്പോഴും ഗുണ്ടാ പ്രവർത്തനവുമായി നടക്കുന്ന പലരുമുണ്ട്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിനെതിരെ ഒരു വാർത്ത ചെയ്തു. തമ്മനം ഫൈസൽ ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. എന്താണ് ആ വാർത്തയുടെ നിജസ്ഥിതി എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. തമ്മനം ഫൈസലാണ് ഇപ്പോൾ ന്യൂസ് 18-നൊപ്പം ചേരുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെയാണ് ഒരു വാർത്ത പുറത്തുവിട്ടത്. തമ്മനം ഫൈസല് ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. താങ്കളുടെ ശബ്ദമാണ് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. താങ്കൾ തന്നെയാണോ ആ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്? അതിൽ ഞാനുണ്ടോ? ആ ദൃശ്യങ്ങളിലില്ല, പക്ഷേ ശബ്ദം തമ്മനം ഫൈസലിൻ്റെതാണെന്ന് പലരും പറയുന്നുണ്ട്, പോലീസും സംശയിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ എത്ര മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയ? പക്ഷേ ഈ തമ്മനം ഫൈസലിനെ അങ്ങനെ അനുകരിച്ച് ആർക്കെങ്കിലും ഇങ്ങനെ താങ്കൾക്കെതിരെ താങ്കളെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഒരുപാട് ശത്രുക്കളുണ്ട് കൊച്ചി നഗരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗുണ്ടാ സംഘത്തിൽ ഒരു ചേരിതിരിഞ്ഞുള്ള? അല്ല, എനിക്കെതിരെ ഒരുപാട് പേരുണ്ട്. അതിന് വ്യക്തമായ തെളിവാണ് എൻ്റെ വീട്ടിൽ വന്ന് ലോറി കത്തിച്ചത്. അപ്പോൾ വെറുതെ ഒന്ന് വണ്ടി കത്തൂല്ലോ, കുറേ പേര് വന്ന് വണ്ടി കത്തിച്ചു. ഞാനതിന് കേസ് കൊടുത്തു. പോലീസുകാർ അനങ്ങിയില്ല. അനങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൊറോണയുടെ സമയമൊക്കെ ആയിരുന്നു, കൊറോണ കഴിയണ സമയമായിരുന്നു. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ എൻ്റെ സൗണ്ട് ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നില്ലേ എത്ര പേര്? അതായത് ആ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത് താങ്കളല്ല? അല്ല, അയാൾ പരാതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയോ? ഇല്ല, യുവാവ് പരാതി നൽകിയിട്ടില്ല. അല്ല, പരാതി തന്നോ? എനിക്കറിയില്ല. പരാതി നൽകിയിട്ടില്ല. ഉണ്ടെങ്കിൽ എന്നെ പോലീസ് വിളിപ്പിക്കണ്ടേ അല്ലേ? അത് നേരാണ്. പക്ഷേ തമ്മനം ഫൈസൽ ഇതിനു മുൻപ് ഒരു ജോണി ആന്റണി, കില്ലർ ജോണി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ജോണി ആന്റണിയെ ഇങ്ങനെ മർദ്ദിച്ച്, തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച്, ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. താങ്കൾ ആ കേസിൽ അറസ്റ്റ് ആയതുമാണ്. ശരി. അപ്പൊ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ട്, ഒരു പശ്ചാത്തലം താങ്കൾക്കുണ്ട്? അല്ല, അതിനു മുമ്പും ഞാൻ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, കേസുകളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഇതിൽ ജോണി ആന്റണി എന്ന് പറയുന്ന ആൾ എന്നെ പരസ്യമായി വെല്ലുവിളിക്കുകയും എന്നെ വാളായിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുബരാജ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ് ചളിക്കോട്ടൊക്കെ, അവൻ്റെ വീട്ടിൽ വന്ന് വാളൊക്കെ ആയിട്ട് വന്ന് എന്നെ ചോദിക്കുകയും അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയും എൻ്റെ വണ്ടി കത്തിച്ചതിന് ഇവന് പങ്കുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇവന്മാർ കാണിച്ച ഘടകത്തിന് ഞാനൊരു ദിവസം മരിച്ച വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവന്മാർ 5 പേര് വന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനത്തെ ഈ കാട്ടായങ്ങൾ കാണിക്കുന്നത്? എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്താണ് കാര്യം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവന്മാർ അവിടെ കിടന്ന് പ്രശ്നം വർത്താനം പറഞ്ഞ് അവിടെ കിടന്ന് ഇടിയുണ്ടായതാണ്. ഇടിയുണ്ടായി. പിന്നെ അവർ എന്താ പറയുക, നിങ്ങളല്ല പ്രകോപനം ഉണ്ടാക്കിയത്, അവർ പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ തിരിച്ചടിച്ചു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വെറുതെ ഞാൻ ഒരു മരിച്ച വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ്, അവൻ്റെ അമ്മ മരിച്ചിട്ട്. ഞാൻ ഒറ്റക്കായിരുന്നു. അവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടായത്. പിന്നെ ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ ഞാൻ ഈ സുബരാജിനെയും ഇങ്ങനെ അനുരൂപ് അങ്ങനെ ഒരു 3-4 പേരെ വിളിച്ചു വരുത്തി. കാരണം ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. അതിൽ കേസായതാണ്. ഇങ്ങനെ നിയമ നടപടികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അതൊരു കൂടിപ്പോകയുടെ ഭാഗമായിരുന്നത്. അത് കൂടിപ്പോയ. അതെ. അപ്പോൾ ഈ ഒരു സംഭവം ഇല്ല, അതായത് ഈ യുവാവിനെ മുട്ടിന്മേൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും? ആ യുവാവിൻ്റെ എന്തോ ഇപ്പോൾ ഇന്ന് വീഡിയോ എന്തോ വന്നിട്ടുണ്ട്.
അയാൾ അറിയില്ല എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് കണ്ടു. എന്നെ പോലീസ് വിളിപ്പിച്ചല്ലോ, നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ പോലീസ്. പയ്യന് പരിചയമുണ്ട്, ആ യുവാവിന് പരിചയം എനിക്ക് അറിയില്ല, അറിയത്തില്ല, നിങ്ങൾ തമ്മിൽ യാതൊരു അടുപ്പമില്ല. അല്ലല്ല, ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്മനും ഫൈസൽ പറയും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അല്ല എന്തിനാണെന്നോ, അല്ല എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടായെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ പൊതുവേ പറയാറുണ്ട് ഈ കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടകൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കുപ്രസിദ്ധ ഗുണ്ടകളുണ്ട്, അതിലൊരാളാണ് തമ്മനം ഫൈസൽ. തമ്മനം ഫൈസൽ യഥാർത്ഥത്തിൽ ഗുണ്ട തന്നെയാണോ? അല്ല, നമ്മൾ പഴയ കാലത്തിൽ ഈ എറണാകുളം തമ്മനത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ 2 കുടുംബക്കാരാണ് താമസിക്കുന്നത്, ഒന്ന് പള്ളന്മാർ, ഒന്ന് മുടോത്തി ഫാമിലി. അപ്പോൾ ഇവർ രണ്ടും പേര് കേട്ട ആൾക്കാരാണ്. അതിൽ ഒരു ഫാമിലിയാണ് മുടോത്തി ഫാമിലിയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫാദർ വളരെ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാണ്. പിന്നീട് പെട്ടെന്ന് പൈസ ഉണ്ടായപ്പോൾ പലർക്കും അസൂയകൾ കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ, വരുമല്ലോ. ഞങ്ങൾക്ക് അന്ന് 98 ഞങ്ങൾക്ക് കോൺഗ്രസ്സക്കാരുണ്ട്. അപ്പോൾ അന്ന് കോൺഗ്രസ്സക്കാരുണ്ടെന്ന് പറയുമ്പോൾ അന്ന് ഇവിടെ ഈ എറണാകുളം സിറ്റിയിൽ കോൺഗ്രസ്സക്കാരുള്ളത് ആകെ 4 പേർക്കും കണ്ടുള്ളൂ. മുഖ്യമന്ത്രിക്കൊക്കെ കോൺഗ്രസ്സക്കാരുള്ളൂ. അന്ന് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ജലസി ഉണ്ടല്ലോ, അതാണ് ഇവിടെ വിഷയങ്ങളിൽ തുടക്കം. അതിൽ അവിടെ ഒരു വിഷയം ഉണ്ടായാൽ എൻ്റെ ഫാദറിനെ വന്ന് തല്ലുകയും വീട് തല്ലിപ്പൊളിക്കുകയും എൻ്റെ കൂട്ടുകാരെ തല്ലുകയും അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ അതിൽ ഞാൻ അയാളെൻ്റെ അയൽപക്കക്കാരനാണെന്ന് തന്നെ പറയാം. മാണിക്കുട്ടി വക്കീൽ, അഡ്വക്കേറ്റ് മാനുവൽ അയാളായിട്ട് തല്ലുപിടിക്കുകയും അയാളെന്നെ ഫാദറിനെ തല്ലുകയും ഞാൻ തിരിച്ച് അയാളെ വെട്ടുകയും ചെയ്തു. പക്ഷെ ആ കേസിൽ പിന്നെ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ആ കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് എത്രാമത്തെ വയസ്സ്? 1999 അല്ലേ? 99. അതെ. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 18-19 വയസ്സുള്ള അന്നാണ് ആദ്യമായിട്ട് ഒരു. അല്ല, ഫാദറിനെ തല്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോഴായാലും ഞാൻ ആക്ഷൻ തന്നെ എടുക്കുള്ളൂ. എൻ്റെ അപ്പനെയും അമ്മേനെയും അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ ചോരേനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. എന്തേ മറ്റുള്ള ഇനി ആരെങ്കിലും പുറത്തുനിന്ന് വരുമോ? എന്താ പറയണേ? ഓക്കെ, അല്ല അപ്പം അങ്ങനെയാണ് ഈ ഗുണ്ടാ പ്രവർത്തനം തുടങ്ങുന്നത്. അല്ല, അന്ന് അപ്പം തമ്മന ഷാജി ഇടപെട്ടു. തമ്മന ഷാജി നക്സലേറ്റായിട്ട് വന്നിട്ട് എന്നെ വെട്ടി. എൻ്റെ ഇവിടെ ഒരു പാറുണ്ട് വെട്ടുകൊണ്ടിരുന്നു, വെട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് അങ്ങോട്ടടിച്ചു. തമ്മന ഷാജിയുടെ വീടുകളിൽ വിളിച്ചു. തമ്മന ഷാജി നമ്മളെ വെട്ടാൻ വന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങൾ. അതൊരു 3-4-5 കൊല്ലം നടന്നു. പിന്നെ ഷാജിയായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെൻ്റായി. അപ്പോൾ അന്ന് ഇവിടെ പോലീസ് ജീപ്പൊക്കെ തമ്മനത്ത് തന്നെ 6 ജീപ്പം കണ്ടും കിടക്കുമായിരുന്നു. ആ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അതായത് ഈ തമ്മന ഷാജിയുടെ എതിരാളിയായിട്ടാണ് തമ്മന ഫൈസൽ വളർന്നു വരുന്നത്. അതെ, നമ്മൾ അങ്ങനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ അതിനുശേഷമാണ് ഈ തമ്മന ഫൈസൽ എന്ന് പറഞ്ഞ പേര് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആലുവയിലോട്ട് പോയി. എൻ്റെ അമ്മയുടെ വീട് ആലുവ. ഞാൻ ആലുവയിൽ ഒരു വീട് ഫാദർ വെച്ചു. അവിടെ സുഖമായിട്ട് താമസിക്കുമ്പോൾ ഈ അവിടെ മുസ്ലിംസിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ അങ്ങനെ ഫൈസൽ എന്ന് പറയുന്ന എവിടുത്തെ ഫൈസലാണ് അല്ലെങ്കിൽ ഏതാണ് എനിക്ക് മനസ്സിലായില്ല. അവിടെ കുറേ ഫൈസലുണ്ട്. അപ്പോൾ തമ്മനത്തെന്ന് പറഞ്ഞാൽ അത് പിന്നീട് എന്തായി തമ്മനം ഫൈസലായി. ശരിക്കുള്ള പേരെങ്ങനെയാണ്? എൻ്റെ ശരിക്കും പേര്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ജോർജ് എന്നാണ് പേര്. ജോർജ് എന്നാണ് പേര്. വീട്ടിൽ നിക് നെയിമാണ് അത്. എന്നെ ഫൈസലെന്നും അനിയനെ ഡെൻസലെന്നും വിളിച്ച് അതങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് തമ്മന ഫൈസലായത്. അതിങ്ങനെ ഒരു നമ്മൾ തമ്മനത്തെ ആയതുകൊണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ എങ്ങനെ അറിയുന്നത്? പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ് വിജയൻ. അങ്ങനെ ഇപ്പം നിലവിൽ എത്ര കേസുണ്ട് ഈ മാണിക്കുട്ടി വക്കീലിന്? 3-4 കേസുണ്ട്. എത്ര കേസ്? നേരത്തെ 10-30ഓളം കേസ്. അതൊക്കെ അതിങ്ങനെ അങ്ങോട്ടും അടിയുണ്ടായാലേ പോലീസുകാർക്കും ഒരു തലവേദനയായിരുന്നു. പക്ഷേ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല. കൊട്ടേഷൻ്റെ ഭാഗമായിട്ട്? കിട്ടേഷൻ എന്നല്ല, ഇത് നമ്മൾ പരസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മറ്റേ ഇതായിരുന്നു, ചേരി തിരിഞ്ഞടിച്ചതാണ്. ഒരു കേസിൽ ഇപ്പം നമ്മൾ തമ്മൻ ഷാജിയുടെ വീട് വരെ പിടിച്ചതിൽ 70 പേരെ പ്രതി. മനസ്സിലായ? അപ്പം അങ്ങനെയൊക്കെയുള്ള 70 പേര് 60 പേര് 50 പേരൊക്കെയാണ് അതിൽ പ്രതികളായിരുന്നത്. എന്താ വെച്ചാൽ കോളനിക്കാരായിട്ടായിരുന്നു ചെന്നടിക്കുന്നത്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗുണ്ട ഗ്യാങ് ഉണ്ടോ തമ്മന ഫൈസലിന്? ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംമാതിരി. ഇപ്പോഴല്ല, നേരത്തെ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു താങ്കളുടെ ഒരു ഗ്യാങ്? ഒരു 50 പേരിലധികം ഉണ്ട്. ചെറുപ്പക്കാരുണ്ട്? 50 പേരൊന്നുമല്ല, ആ കൂടുതലുണ്ടാവും. ആണോ? താങ്കളുടെ ആരാധന കാരണം വന്നവരാണോ? ആരാധന ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ അങ്ങനെ ആ ഒരു പേര് അങ്ങനെ ഉണ്ട്. നമ്മൾ പക്ഷേ അങ്ങനെ വേറെ പരിപാടിയായിട്ടൊന്നും നടക്കുന്നില്ല. ഈ 30ഓളം കേസിൽ നിലവിൽ 3 കേസ് തന്നെയുള്ള 3-4 അവസാനമായിട്ട് ഏത് കേസാണ്? അത് ജോണി ആന്റണി എന്ന് പറയുന്ന നമ്മൾ ഈ 2021 നേരത്തെ പറഞ്ഞു. അതെ.
അപ്പോൾ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ പോലീസ് പല ഗുണ്ടകളെയും അല്ലെങ്കിൽ ഗുണ്ടകളാകുമ്പോൾ നമുക്ക് നാട്ടിലിപ്പോൾ വലിയ രീതിയിൽ ഗുണ്ടകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. നാട്ടിൽ വഴിയെ പോകുമ്പോൾ പോലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ആളുകളെ അടിക്കുക, വീട്ടിൽ കയറി അടിക്കുക, തട്ടിക്കൊണ്ടുപോകും, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. താങ്കൾക്കെതിരെ എന്നെങ്കിലും ഒരു കാപ്പയോ അല്ലെങ്കിൽ ഇത്തരം ഈ ഗുണ്ടാക്റ്റുകൾ? അല്ല, ഇവിടെ ആദ്യമായിട്ട് കാപ്പ ചുമത്തിയത് തമ്മൻ ഷാജിനെയും റൂറലിൽ ഞാൻ ആലുവയിലായിരുന്നല്ലോ, അപ്പോൾ എനിക്കുമാണ്. ഏത് വർഷം അത് 2006 സ്റ്റാർട്ട് ചെയ്തത്. ഗുണ്ടാക്ട് 2007 സോറി 2007. അന്ന് നിങ്ങൾ രണ്ടുപേരും കാപ്പ ചുമത്തിയാണ്? ഒന്ന് ഫസ്റ്റ് ചുമത്തി. പക്ഷേ അത് നമ്മളപ്പോൾ ഞാൻ അബ്സ്കോണ്ടിങ് ആയിട്ട് ഞാൻ നേരെ ഗൾഫിൽ പോയിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു ജോലിക്ക് പോയത്, ക്രെയിൻ ഓപ്പറേറ്ററായിട്ട്. അങ്ങനെ അവിടെ പോയി ജോലി ചെയ്ത് ഞാൻ തിരിച്ചു വന്നിട്ട് പണി നിർത്തി. പിന്നെ ഞാൻ പരിപാടി അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ ചിലപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരെ ഒന്നും തള്ള മീഡിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ താങ്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞു. ആരാണ് ഈ പ്രധാന ശത്രു? തമ്മനം ഫൈസലിന്റെ പ്രധാന ശത്രു ആരാണ്? അവരെ പറഞ്ഞ് എന്തിനാ ഹൈപ്പ് ചെയ്യുന്നത്? ഞാനൊരു വില കൊടുക്കാത്ത ആൾക്കാരാ, ഞാൻ ഹൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. മരട് അനീഷും തമ്മനം ഫൈസലും തമ്മിൽ വലിയ കൊടിയ ശത്രുത ഉണ്ടെന്ന് പറയുമ്പോൾ ഈ മരട് അനീഷിനെ ജയിലിൽ വെച്ച് കൊട്ടേഷൻ കൊടുത്തത് താങ്കളാണെന്നൊക്കെ ഒരു കഥകളുണ്ട്. അങ്ങനെ കഥകളായിട്ട് തന്നെ കിടക്കട്ടെ. അതുള്ളതാണോ? അല്ല, നമുക്കങ്ങനെ ശത്രുക്കൾ വന്നവർ പറ്റുന്നില്ല. മരട് അനീഷാണ് തമ്മനം ഫൈസലിന്റെ പ്രധാന ശത്രു? ഞാൻ അങ്ങനെയുള്ള നിങ്ങൾ തമ്മിൽ കുടിപ്പൊക്കെ ഉണ്ടോ ഇപ്പോഴും? അല്ല, നമുക്ക് എൻ്റെ കൂടെ എന്ന് വെച്ചാണ്, അല്ലാതെ എനിക്ക് അതിനെ പറ്റിയൊന്നും പറയാൻ പാടില്ല. പിന്നെ തെറ്റാനുള്ള കാരണം എന്താ? തെറ്റാണെന്നാണ് അവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടായി. അതിനെ ചൊല്ലി ഇങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രസക്കുറവ് വന്നതാണ് ഒരു കൂട്ടുകാരൻ്റെ. അങ്ങനെ സെറ്റിൽ ചെയ്തിട്ടില്ല. അപ്പം ഇനിയൊരു നിങ്ങൾ തമ്മിലുള്ളൊരു സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്തതാണ്. നമ്മൾ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ ഒഴിഞ്ഞു മാറിയതാണ്. ഇപ്പോൾ വണ്ടി കത്തിച്ചിട്ടുണ്ട്. അത് വെച്ചാൽ ഇനി എന്തുണ്ടാവുമോ എന്താണെന്ന് അറിയാൻ പാടില്ല. വണ്ടി കത്തിച്ചു, 2 ലോറിയാണ് കത്തിച്ചത്. ആരുടെ? താങ്കളുടെ ലോറി കത്തിച്ചു? അത് ഇവരാണ്, ഈ മരടനീഷൊക്കെയാണ്? അത് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. നമുക്ക് അറിയാൻ പാടില്ല. പോലീസിന് പരാതി കൊടുത്തു. അല്ല, അത് നിയമപരമായിട്ടല്ലേ മുന്നോട്ട് പോകാൻ? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യവും നിയമപരമായിട്ടാണ്. ഞാൻ എപ്പോഴും അങ്കമാലി സ്റ്റേഷനിൽ എന്തെങ്കിലും പരാതിയായിട്ട് കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാം പോലീസാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പോലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ ആ വണ്ടി കത്തിച്ച സമയത്ത് കൊറോണ ആയിരുന്നു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോലും കയറാനായിട്ട് ഒരു അനുവാദം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് കത്തിച്ചപ്പോൾ അവരെ വിളിപ്പിക്കുക പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജയിലിൽ വെച്ചുള്ള കൊട്ടേഷൻ നടപ്പാക്കിയത്. പ്രശ്നങ്ങളങ്ങനെ നടക്കുകയാണല്ലോ. അതിലിപ്പോൾ അതാരാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ജയിലിൽ ഇപ്പോൾ സംഭവിച്ചു, അതിൽ 2 പേര് പ്രതിയായി. അതിൻ്റെ പിന്നിലെ കുറേ പേരുണ്ടാവും. ഇവൻ്റെ ശത്രുക്കളായിരിക്കും. ഇവനാരൊക്കെ ശത്രുവിനെ എനിക്കറിയാൻ പാടില്ല. ഇവൻ ഈ ലോകത്തുള്ള എല്ലാവരെയും വെല്ലുവിളിക്കും. അന്ന് കണ്ടില്ലേ, മാതാം വന്നപ്പോൾ ചൊറിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളിക്കും. അതിലിപ്പോൾ ദേഷ്യം കാരണം ചിലപ്പോൾ ചെയ്യുമായിരിക്കും. നമുക്കറിയില്ല ഇതിനെപ്പറ്റി. ഇല്ല. അപ്പോൾ തമ്മനം ഫൈസൽ ഈ പണി നിർത്തിയെന്ന് പറയുന്നത് 2020. ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം നോക്കി കിടക്കുകയാണ് കുറേ നാളുകളായി. ഞാൻ ഈ ജൂനിയറിൻ്റെ കേസ് ഉണ്ടാവുന്നതിന് 6 കൊല്ലം മുമ്പാണ് എൻ്റെ വീട്ടിൽ കിണർ കുത്താൻ വന്ന ഒരാളായിട്ട് ഇങ്ങനെ വാക്കുകൾക്കുണ്ടായ ഒരു കേസ് 324 എന്ന് പറഞ്ഞ സെക്ഷൻ ഒന്നും തള്ളുണ്ടായത്. അങ്ങനെ ഒരു കേസ് ഉണ്ടായി. അപ്പോൾ 6 കൊല്ലം മുമ്പ്. അപ്പോൾ ഈ ജോണിയാൻ്റെ കേസിന് 6 കൊല്ലം മുമ്പാണ് ഒരു കേസ് ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ഈ പറഞ്ഞ കേസുകളൊക്കെയാണ് ഉണ്ടായത്. അന്ന് ഒരുപാട് കേസ് ഉണ്ടായിരുന്നു പണ്ടേ. അത് കൊട്ടേഷൻ്റെ ഭാഗമല്ല, ഈ പറയുന്ന കുടിപ്പകയുടെ ഭാഗമാണ്. കുടിപ്പകയുടെ ഭാഗത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി. വെട്ടും കുത്തുമൊക്കെ നടന്നു. താങ്കളുടെ തൊഴിലെന്താ? എനിക്ക് വേസ്റ്റിൻ്റെ വണ്ടിയുണ്ട്, ടിപ്പറുണ്ട്. പിന്നെ ഫാദറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളുണ്ട്, സ്ഥലങ്ങളൊക്കെ വിൽക്കണ പരിപാടികളുണ്ട് ഫാദറിന്. കുഴപ്പമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. പിന്നെ ഇത് നിർത്തുക ഈ ഗുണ്ടാ കൊട്ടേഷൻ പണി? ഞാൻ ഗുണ്ടായുസത്തിൽ പോകുന്നില്ല. നിങ്ങൾ പറ, എവിടെയാണ് ഞാൻ ഗ്യാങ് കൂടി വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കിയെന്നൊന്ന് പറഞ്ഞേ എന്ന് പറ. ഇവിടെ ഈ 3 കൊല്ലത്തെ കണക്ക് പറ. അങ്ങനെയാണെങ്കിൽ പോലീസ് തന്നെ വിളിപ്പിക്കണമല്ലോ. എവിടെയാണ് ഞാൻ ഉണ്ടാക്കി? 3 കൊല്ലമായിട്ടില്ല. അല്ല 3 കൊല്ലമല്ല, നിങ്ങൾ പറയുന്നത് എപ്പോഴാണ് ഉണ്ടാക്കിയത്? 2021 പറഞ്ഞു. 2021 ഒരു കേസ് ഉണ്ടായല്ലോ. ഞാൻ പറഞ്ഞത് ആ കേസ് ഉണ്ടായത് കാപ്പ താങ്കൾക്കെതിരെ ചുമത്താനുള്ള വകുപ്പില്ലെന്നാണോ പറയുന്നത്? അതെനിക്കറിയാൻ പാടില്ല. അത് പോലീസിൻ്റെ തീരുമാനമല്ലേ, അവരാണല്ലോ അത് തീരുമാനിക്കണേ. ഓക്കെ. ഞാൻ പറഞ്ഞത് നമ്മൾ അവിടെ ജംഗ്ഷനിൽ പോയി, എൻ്റെ വീട് ആലുവ അങ്കമാലി പുളിയനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിപ്പോൾ അവിടെയാണ് താമസിക്കണേ. ഭാര്യ വീട് അവിടെയായതുകൊണ്ട് അങ്ങോട്ട് മാറിയതാണ്. പിന്നെ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ അവിടെ ജംഗ്ഷനിൽ കൂടി നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശല്യം ചെയ്യുകയോ ഒന്നുമില്ല. നമ്മളെ കാര്യം നോക്കി കിടക്കുന്നു. മനസ്സിലായി? ഇന്നത്തെ കാലത്ത് പല കൊട്ടേഷൻ സംഘങ്ങളും
ലഹരി ഇടപാട്, സ്പിരിറ്റ് കടത്ത്, അങ്ങനെ ഇവിടുത്തെ ആരോപണം, സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലെന്നാണോ? ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഒരു കേസില്ലല്ലോ. സ്പിരിറ്റും ലഹരി ഒന്നും കടത്തിയിട്ടില്ല. അല്ല, എനിക്കങ്ങനെ ഒരു കേസില്ല. അങ്ങനെ ആരെങ്കിലും കടത്തുന്നുണ്ട്? ഇപ്പോഴത്തെ ഗുണ്ടാസങ്ങൾ ആരെങ്കിലും കടത്തുന്നുണ്ട്? പണ്ടൊക്കെ ഇവരൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും എനിക്ക് ഡ്രഗ് ഉണ്ടോ? ഡ്രഗ് ഇവിടുത്തെ മിക്ക ഗുണ്ടകളും നടത്തുന്നുണ്ട്. ഇത് ഈ പറയുന്ന കൊട്ടേഷൻ ഗ്യാങ്ങുകളല്ല, ലീഡർമാരെ നടത്തണം. താങ്കൾ നേരത്തെ പറഞ്ഞ കക്ഷി ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറയാം. അത് പോലീസ് അന്വേഷിക്കട്ടെ. ഇവിടെ പോലീസിന് ഫുൾ പവർ ഉണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് പിടിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഇവരിലേക്ക് എത്താൻ പറ്റുമോ? ഈ പ്രധാനികളിലേക്ക് നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും രഹസ്യങ്ങളും നമുക്ക് അറിയാനൊരു മാർഗ്ഗമില്ല. കാരണം രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് പോകണം. എങ്ങനെ ഈ ഡ്രഗിലേക്ക്? എന്ത് ഡ്രഗ് അവർ കടത്തുന്ന അറിയോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. കഞ്ചാവും എമ്മൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിവ്. എനിക്കതിനെപ്പറ്റി ഇതിങ്ങനെ നമുക്കിങ്ങനെയുള്ള സാധനങ്ങളെ ഞാൻ ഒരു കരാട്ടെ ക്ലാസ് ഒരു അധ്യാപകനാണ്, പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഇതറിയുകയും വേണ്ട. ഞാനിതിനെ ഉപയോഗിക്കില്ല. ഞാനിത് പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. മദ്യപിക്കത്തുമില്ല, ലഹരി ഉപയോഗമില്ല. ഞാനിവിടെ മദ്യപിച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഒന്ന് പറയട്ടെ. നമ്മളങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കാറില്ല. നമുക്ക് ക്ലാസ്സിൽ പോവുക, പഠിക്കുക, നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാര്യം നോക്കി നടക്കുന്നു, ജോലിയുടെ കാര്യങ്ങൾ നോക്കുന്നു. ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ട് ഇതെല്ലാം നിർത്തിയെന്ന് പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ നിർത്തിയിട്ടുമില്ല, തുടങ്ങിയിട്ടുമില്ല. അല്ല, ഇപ്പോൾ ഈ തമ്മനം ഷാജിയായിട്ടാണല്ലോ ഒരു കുടിപ്പകയുടെ ഭാഗമായിട്ടാണല്ലോ ആദ്യമായിട്ട് ഈ ഒരു ഏറ്റുമുട്ടൽ വരുന്നത്. തമ്മനം ഷാജി ഇത് നിർത്തി, ഗുണ്ടാ പ്രവർത്തനമൊക്കെ നിർത്തി. പുള്ളിയുടെ കാര്യം നോക്കി അങ്ങനെ ഇതൊക്കെ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടല്ലോ എന്നെങ്കിലും? ഇതൊക്കെ വേണ്ടായെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു പണ്ട് കാലത്തൊക്കെ അങ്ങനെ വന്നതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഒറ്റക്കാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം നോക്കി കിടക്കുന്നത്. ഞാൻ ഇങ്ങനെ സംഘമായിട്ട് നടക്കാറില്ല. പിന്നെ ഇപ്പോൾ ഒരു കല്യാണം വീട്ടിൽ പോയി, കുറേ പേര് കാണും. കുറേ പേർക്ക് ഇപ്പോൾ ആരാധനയൊക്കെ ഉണ്ട്, വന്ന് കയ്യേരും, ഇപ്പോൾ ഫോട്ടോ എടുക്കും. അതൊക്കെ സ്വാഭാവികം. ഞാൻ നിന്ന് കൊടുക്കും. അതിപ്പോൾ വായനസുർ എന്നാലും അനീഷ് എന്നാലൊക്കെ ഫോട്ടോ എടുക്കുന്നില്ലേ? അത് കുറച്ച് ആരാധനയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതങ്ങനെ നടക്കും. അല്ലാതെ നമ്മൾ ഗ്യാങ് കൂടി നടക്കുകയോ, ഞാൻ ഗ്യാങ് കൂടി അവിടെ ചെന്ന് നിൽക്കുകയോ ഇവിടെ ചെന്ന് നിൽക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ചിട്ട് പറ ഞാൻ എവിടെ ഗ്യാങ് കൂടി, എവിടെയാണ് കമ്പനി കൂടിയിരുന്നത്, അല്ലെങ്കിൽ ഏത് ബാറിലാണ് ഇരുന്ന് അടിയുണ്ടായത്. നമ്മളങ്ങനെ പോകാറില്ല. ഇതേപോലെ മാനസാന്തരം എവിടെ പെട്ടു? എന്താ മാനസാന്തരം? ഇങ്ങനെ മാനസാന്തരം അല്ലല്ല. ഈ ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാദറെ തന്നെയാണ് ഞാൻ തിരിച്ചു തല്ലി. ഇപ്പോഴും എൻ്റെ ഫാദറിനെ അതിലൊരു സംശയം വേണ്ട. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിനെ തല്ലി ഫാദർ മരിച്ചുപോയി. അല്ല, ഞാൻ പറഞ്ഞാണ്, അതിന് മാറ്റമൊന്നുമില്ല. അതങ്ങനെ തന്നെ. ഇപ്പം നിരവധി ചെറുപ്പക്കാർ ഈ പറയുന്ന ഒരു ആരാധന മൂത്ത് പല ഗുണ്ടാ സംഘങ്ങളിൽ പോകുന്നത്, അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? ഇതൊക്കെ എന്തിനാണ്? ഇതും കൊണ്ട് എന്താ ഗുണമുള്ളത്? എന്താ നഷ്ടം മാത്രമുള്ള? എൻജോയ് ചെയ്യണ്ടേ? അടിച്ച് പൊളിച്ച് അവർ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ? ഇനി ജയിലിൽ പോയിട്ട് എന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നും. ജയിലിൽ എത്ര വർഷം ജയിലിൽ കിടന്നു? ഞാൻ അങ്ങനെയല്ല, പല തവണകളായിട്ടല്ലേ. റിമാൻഡല്ലേ? റിമാൻഡ് ഇപ്പോൾ ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലത്തൊക്കെ 30 ദിവസം 35 ദിവസമൊക്കെ കിടക്കും. കണക്കൊന്നുമില്ല. അതിങ്ങനെ വാറണ്ടാവും, അപ്പോഴും കിടക്കും. ഗൾഫിൽ പോയപ്പോൾ വാറണ്ടായി, അതിന് കിടന്നു, അതങ്ങനെ കിടക്കും. അത് കോടതിയുടെ ഒരു ഭാഗമുള്ളത്. അവർ പോലീസ് കറക്റ്റായിട്ട് ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കറിയാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് വന്നിട്ട് എന്നെ പിടിക്കാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി എടുക്കില്ല. പോലീസും ഗുണ്ടകളും തമ്മിൽ എന്തെങ്കിലും അവിധബന്ധങ്ങളൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടല്ലോ. അതൊക്കെ നമുക്കറിയാൻ പാടില്ല ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്തായാലും താങ്കൾ സഹായിച്ചിട്ടുണ്ടോ പോലീസുകാരെ? ഞാനങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണിയെടുക്കുന്നു പോകുന്നു. അതുകൊണ്ട് നമ്മൾ വേറെ ശല്യത്തിനൊന്നും പോകാറില്ല. പിന്നെ ഞാൻ ഇപ്പോൾ വേസ്റ്റിൻ്റെ വർക്ക് എടുത്തപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്നെ പല പോലീസുകാരും പറഞ്ഞാടാ നീ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടല്ലോ. അത് അവരെന്നോട് കുറേ പേരങ്ങനെ നീ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ പോലെ അല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഇതിനു വേണ്ടി നടക്കുമ്പോഴൊക്കെ CA-മാരും ഒക്കെ റോട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്നെ പിടിച്ച് നിർത്തിയിട്ട് എന്താ അവിടെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ജോലി എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ജോലി എടുത്ത് ജീവിക്കണത് അവർക്ക് സന്തോഷമാണെന്ന്. ഈ ജോലി എടുത്ത് ജീവിക്കണവരാരും ശല്യം ചെയ്യൂല. ഇവിടെ വെറുതെ ഇരുന്ന് തിന്നവരാണല്ലോ ഈ പ്രശ്നം. നമ്മുടെ മറ്റുള്ള ഗുണ്ടകളിൽ ജോലി എടുത്ത് ജീവിക്കണവർക്കാണെങ്കിൽ ഒരു വിഷയമില്ലാന്ന്. പക്ഷെ അവർ മറ്റു പണിയിൽ ഡ്രഗിലേക്ക് പോകാം. ഇവിടുത്തെ വിഷയം
അത് നടക്കുന്നുണ്ട്, അത് പലരും ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്കിപ്പോൾ കറക്റ്റ് അത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്, പിടിക്കുന്നുമുണ്ട്. പലരെ പിടിക്കുന്നില്ലേ? ഇവിടുത്തെ പോലീസ് വെറുതെ ഇരിക്കണമല്ലോ, കഴിവുള്ളവരാണ്. ഈ ഗുണ്ടകളെ പേടിയുണ്ടോ പോലീസിന്? കാരണം എന്തിനാ പേടിക്കുന്നതിന്? ഇല്ല. എന്തുകൊണ്ട് ഈ ഗുണ്ടകൾക്കെതിരെ നടപടി എടുക്കുന്നില്ല ഇപ്പോൾ മാധ്യമങ്ങൾ? അപ്പോൾ പിന്നെ ഈ ഗുണ്ടാക്റ്റൊക്കെ അടിച്ചവരെ അതിൽ ഈ പ്രധാനപ്പെട്ട നിങ്ങൾ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച പലരും പുറത്തിറങ്ങി നടക്കുവാണ്. ഇപ്പോൾ എന്താണ് ഓരോരുത്തരെ പിടിച്ച് ഗുണ്ടാക്റ്റൊക്കെ അടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ, അത് ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്താൽ അവർ ചെയ്യും, നാളെ ടോം ചെയ്താലും അവർ ഇതേ ആക്ഷൻ എടുക്കും. കാരണം എന്താ, ടോമർ 2 കേസ് ഉണ്ടാക്കി നോക്കിയോ, പോലീസുകാരെ കോണ്ടാക്ട് അടിക്കും. കാരണം എന്താ, പോലീസുകാർക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അവരുടെ ജോലിയാണ്. സ്വാഭാവികമാണല്ലോ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യണം. ഇതാണ് തമ്മനം ഫൈസൽ പറയുന്നത്. അതായത് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്, ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നത്. അതിന് തനിക്ക് പങ്കില്ല എന്ന് പറയുന്നു, ആ യുവാവുമായി ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. ഇതോടൊപ്പം മറ്റു പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ്. ഇന്ന് കൊച്ചിയിലെ പല കുപ്രസിദ്ധ ഗുണ്ടകൾക്കും ലഹരി ഇടപാടുകളുണ്ട്. പക്ഷേ മറുവശത്ത് താൻ ലഹരി ഉപയോഗിക്കാറില്ല, ലഹരി ഇടപാടുകളില്ല, ഇന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നു, എല്ലാ ഗുണ്ടാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. അത് നിലവിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തിയിട്ടില്ല. ഒരു കാലത്ത് കുടിപ്പകയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ പിന്നിൽ ചില ആക്രമണങ്ങളുണ്ടായി, അതിൻ്റെ പേരിൽ നിരവധി കേസുകളുണ്ടായിരുന്നു. ഇന്ന് നിലവിൽ 3 കേസ് മാത്രമാണ്. 3 വർഷം മുൻപാണ് ഒരു കേസിൽ പെട്ടതെന്നാണ് തമ്മനം ഫൈസൽ പറയുന്നത്. അതായത് നിലവിൽ ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളിലേക്ക് ഇനി ഇറങ്ങിത്തിരിക്കില്ല എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്.